ഇന്നൊരു കിടില കുക്കിംഗ് വ്ളോഗാണ് കഴിച്ചത്. വാ വായിട്ട് വാ അവിടെ ഇരിക്കല്ലേ. ഞങ്ങൾ ചിക്കനൊക്കെ മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ട്. എന്തോ ഹായ് ഗായ്സ് ഇപ്പം നമ്മൾ എന്തിനാ കട്ട് ചെയ്യുന്നത്? ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു കിടില കുക്കിംഗ് വ്ളോഗാണ് ഗൈസ്. വാ വായിട്ട് വാ അവിടെ ഇരിക്കല്ലേ. ഇന്ന് ഞങ്ങളുണ്ടല്ലോ വെറൈറ്റി ഓഫ് കുക്കിങ്ങിൽ ഞങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുകയാണ് അല്ലേ? ഞങ്ങൾ ചിക്കനൊക്കെ മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ട്. എന്തോ ഇതുണ്ടല്ലോ, ഇത് നമ്മൾ കഴുകും. ഇന്ന് നിങ്ങളെ വെറൈറ്റി ഓഫ് കുക്കിംഗ് കാണിച്ചു തരാം. ഹൗ ടു ഞാൻ ആവശ്യമില്ല കഴുകാൻ ഇങ്ങനെയൊക്കെ കഴുകണേ. ഇതെന്നടാ ചെസ്റ്റോ? ഇതൊക്കെ ഇങ്ങനെ കഴിക്കാൻ മതി. ഇങ്ങനെ ഇതൊക്കെ കഴുകണ്ടേ. വേറെ ഒരു ട്രിക്കൊന്നുമില്ല. അതൊന്നും വിഷയമില്ല കൈ. നമ്മളിവിടെ ഇതാണ് നമുക്ക് പ്രാധാന്യം. ഞാനിത് കഴുകി വൃത്തിയാക്കി ഇവരെ കൊണ്ട് വൃത്തിയാക്കിച്ചിട്ട് എന്നിട്ട് ഞങ്ങള് മസാലയൊക്കെ ചെയ്തിട്ട് മാഗ്നേറ്റ് ചെയ്യാൻ പോവാ. മാഗ്നേറ്റിലൊക്കെ അതൊക്കെ ചെയ്തിട്ട് വരാവേ. കുറച്ച് തിരക്കാം. എന്നിട്ട് ഗ്രില്ലടിക്കുന്ന കാണിച്ചിരുന്നില്ല, പക്ഷെ ഗ്രില്ലില്ല. പക്ഷെ അങ്ങനെ ഫോയിൽ പേപ്പർ ഉണ്ട്, അത് വെച്ച് ഞങ്ങൾ ഇന്ന് ആദിവാസികളാവും. ഇന്ന് തീയിടും ഞങ്ങള്. നമ്മൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസിന്റെ തലേ ദിവസമാണ്. ഒരു കാര്യം പറയാൻ കൊള്ളില്ല കൈസ്. ഞാൻ പൊളിച്ചു കൊടുത്തു. ഞാൻ കട്ട് ചെയ്യില്ല, വേറെ കാര്യം. അപ്പം ഇതാണ് ഗൈസ് ക്രിസ്മസിന്റെ തലേ ദിവസത്തിന്റെ പ്രത്യേകത. ഈ വ്ളോഗ് നിങ്ങൾ എപ്പോഴാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. ചിലപ്പം നമുക്ക് ന്യൂ ഇയർ വ്ളോഗ് കഴിയുമ്പോൾ തന്നെ ഇടാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇടാം. എപ്പോഴെങ്കിലൊക്കെ ഇടും. അപ്പം ഇതൊക്കെ ഇങ്ങനെ ഇത് ഇത്രയും വലിയ ചിക്കനായിട്ട് ഞാൻ പുള്ളിയോടിച്ചിരി വലിയ പീസാക്കണം എന്ന് പറഞ്ഞപ്പോ ഇത്രയും വലുതാക്കും ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ഇതൊക്കെ നമ്മള് കുറച്ചും കൂടി ചെറുതാക്കി കിടില്. KFC ഉണ്ടാക്കിയല്ലോ. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതാ പുറത്തിറക്കണ്ടല്ലോ അല്ലേ? പക്ഷെ KFCക്കുള്ള സാധനം ഇല്ല, നമ്മള് ഗ്രില്ലിനുള്ള സാധനം മേടിച്ചത്. ഒരു കാലേ ഉള്ളൂ. 2 കാലുള്ള കോഴിയുടെ ഇത് 2 കാലുള്ള കോഴിയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. പിന്നെ ബാക്കി കോഴിക്കൊക്കെ പിന്നെ 5 കാലത്തോ കോഴിയുടെ 5ാം കാലം. ഇത് കരള്. ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഇതൊക്കെ കളയാം. അപ്പൊ ഇതൊക്കെ റെഡിയാക്കി മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് ഞാൻ ഒന്ന് കുളിച്ചിട്ട് റെഡി ആയിട്ട് വരാം ഗൈസ്. ഞാൻ കുളിച്ചിട്ടില്ല, അപ്പൊ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഒത്തിരി താമസം കുളിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എല്ലാ വ്ളോഗിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്രയും വെറൈറ്റി കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന എനിക്ക് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം ഇവിടെ ഇച്ചിരി നാശമായിട്ടുണ്ട്, അതൊന്നും വിഷയമുള്ള കേസല്ല. അപ്പം നമ്മൾ പോയി ഇതൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് റെഡി ആക്കിയിട്ട് വരാം. ഹായ് ഗായ്സ്, ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഗ്രില്ലിൻ്റെ പരിപാടിക്കും. പക്ഷേ പുറത്ത് ചെറിയൊരു മഴയുണ്ട് അല്ലേ? പുറത്ത് മഴയാണ്, എന്നാലും വിഷയില്ല. പുള്ളി ചെട്ടിപ്പോയി ഗൈസ്. ചെറിയൊരു മഴയുള്ളൂ. നമുക്ക് പോയിട്ട് കടയിൽ പോയിട്ട് കുബൂസും മയണീസും മേടിച്ചിട്ട് വരാം. കുബൂസൊക്കെ ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. ഞങ്ങൾക്ക് ഇവിടെ റൊട്ടി ഉണ്ടാക്കാൻ അറിയാം. നമുക്കറിയാം, അതെങ്ങനെയാ യൂട്യൂബിൽ കാണൂലോ. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാം റെഡിയാക്കി ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് സാധനമൊക്കെ. അതൊക്കെ നിങ്ങൾ വന്നിട്ട് കാണിക്കാം. അപ്പം നമ്മൾ പോയിട്ട് ഞാൻ കുളിച്ച് റെഡിയായി വന്നു. അപ്പം നമ്മൾ പോയിട്ട് ബാക്കി സാധനങ്ങളൊക്കെ മേടിച്ച് റെഡിയാക്കി പുറത്ത് തീയിടണ്ടേ. അടുത്ത പടം വരുന്ന അവഞ്ചേഴ്സിന്റെ എൻ്റെ തേങ്ങ 11 മാസം ഞാനും ഇങ്ങനെ വ്ളോഗിനൊക്കെ ടൈം കിട്ടാലോ. എല്ലാരും കാത്തിരിക്കുന്ന സിനിമ. എത്ര പേരാ വാച്ച് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ ലൈവ്? ഇത് ഒഫീഷ്യൽ ചാനലാണ്. ആയിക്കോട്ടെ, എത്ര പേരാ ഇപ്പൊ ലൈവ് വാച്ച് ചെയ്തോണ്ടിരിക്കുന്നത്? ഇത്ര നിന്നെപ്പോലെ ഒരു മണിയില്ലാത്തവന്മാരാ. ഇത് കാണാനോ? എന്റെ ബ്ലാക്ക് പാന്തർ ഇല്ലേ, അതിന്റെ സാധനം. അതിന് ഇതെന്നെ
ഈ ടൈമിങ് കാണാനോ 11 മാസം 4 ദിവസവും 11 മാസം 4 ദിവസവും 14 മണിക്കൂർ കഴിയുമ്പോ പടം വന്നു. ഇത് കണ്ടോണ്ടിരിക്കുന്ന 5 അല്ല എത്ര 5700 മണ്ടന്മാരിൽ ഒന്ന് ഇതാണ് ഗൈസ്. ഏറ്റവും വലിയ മണ്ടൻ എന്ന് പറഞ്ഞുണ്ടല്ലോ ഇതാണ്. സിനിമ ഇത് സിനിമയാ? ഇത് സിനിമയല്ല, ജസ്റ്റ് ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത ആൾക്കാര്. അപ്പഴേ അവന്മാരുടെ ബോധം മനസ്സിലായില്ലേ? 11 മാസത്തിനുള്ളത് ഇപ്പഴേ ധൈര്യമുള്ള കമന്റ് ഇടറാ. നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ കയറാൻ നോക്കണം. ഇത് നെഗറ്റീവ് പബ്ലിസിറ്റി ഒന്നുമല്ല ഗൈസ്. ഇത് നോക്കി 5600 അത്രയും പേര് മണ്ടന്മാരാന്ന് പറയാം. മണ്ടന്മാരുന്ന കൂടി, പക്ഷെ അത്ര ഫാൻസ് ഉണ്ടാ സാധ്യത. ഇവിടെ ഒരുത്തണ്ടിരിക്കും ഇനി 11 മാസം ഇതേ ഇരിപ്പിരിക്കും. ഇരിപ്പില്ല, ഞാൻ നോക്കിയതാ. അതെന്തിനാ നോക്കുന്നേ? നോക്കിയതാ അവന്മാര് ലൈവ് ഇട്ടത് നോക്ക്. എങ്ങാനും പെട്ടെന്ന് 10 മാസം ആയാലോ? അല്ല, ജസ്റ്റ് ലൈവ്. എങ്ങാനും പെട്ടെന്ന് 10 മാസം ആയാലോ? ലോജിക്കലി നോക്കുമ്പോ ഞാൻ പണ്ടത്തരായിട്ട് ഒള്ളി ലോജിക്. നമുക്ക് ഈ ലോജിക് ഇല്ലാത്ത കാര്യമൊന്നും നമുക്കറിയില്ല. ഈ ലോജിക് ഇല്ലാത്ത കാര്യത്തെ പറ്റി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മണ്ടൻ ഇവൻ ശരിയായ മണ്ടനാണ്. പോയി മോട്ടർ എടുത്ത് എന്നിട്ട് വായി ഇങ്ങോട്ട് കണ്ടോ? മണ്ടൻ, ശരിയായ മണ്ടൻ, ശരിയായ മണ്ടൻ. എടാ എന്നാലും നിന്നെ പോലത്തെ 5600 പേരോ? ഐ കാന്റ് ബിലീവ് ദിസ്. അതാണ് മണ്ടത്തരം കഴിച്ചിട്ട് ഫോണ് നോക്കണ്ടോ? പുള്ളി ഓടുകയാണ്. അപ്പൊ 11 മാസം ഇങ്ങനെ ഇരിക്കുന്ന നീ പറയുന്നത്? ലൈറ്റ് ഓഫ് ചെയ്തോ? അപ്പൊ ഇങ്ങനെ 11 മാസം ആൾക്കാർ ഇരിക്കും. നമ്മള് മൊത്തം ലൈറ്റ് മുഖത്തൊക്കെ അടിച്ചേക്കാണ്. അപ്പം ഇവിടെയാണ് നമ്മളൊരു സ്പോട്ട് കണ്ടെത്തിയത്. ഇവിടെ നമ്മളങ്ങ് കത്തിക്കാൻ പോവാം. ഇവിടെയാണ് നമ്മളെ ഇന്നത്തെ ഗ്രില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഗ്രില്ല് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വെറൈറ്റി ആയിട്ട് എല്ലാ ലൈറ്റും അവിടെ മുഖത്തോട്ട് അടിക്കുക. എന്നിട്ട് അങ്ങോട്ടല്ല, വേറെ ഇങ്ങനെ അടിക്കേ, ക്യാമറയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട്. ഇപ്പോൾ അല്ലേ നമ്മളിങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ വരാം ഗൈസ്. അപ്പം അല്ലാണ്ട് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ രാത്രി പരപരാ വെളുത്തിരിക്കുന്നു. അല്ല, രാത്രി ആയിരിക്കുന്നു. 8:49 ആയിരിക്കുന്നു. നൈറ്റ് നമ്മൾ പൊളിക്കും അല്ലേ? നല്ല തണുപ്പെന്നൊക്കെ. അപ്പം ഞങ്ങൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി ഇതൊക്കെ ആച്ചാലേ ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വരാം. ബാക്കി എന്നിട്ട് പറയാം. കട്ടയൊക്കെ വെച്ച് സെറ്റാക്കാം ഗൈസ്. നമ്മൾ കുഴി എടുത്തിരിക്കുന്നു. അല്ല, കുഴിമന്തി ഉണ്ടാക്കിയാലോ? കുഴിയെടുത്ത് കുഴിമന്തി ഉണ്ടാക്കിയാലോ? അത് കൊള്ളായിരുന്നേ. നൈസ് ജോക്ക് എന്നൊക്കെ. ഇതാരാ മുകളിലെ റൂമിൽ ലൈറ്റ് ഇട്ടേക്കണേ? അതൊക്കെ എന്തേലും ഓട്ടെ. ഓക്കെ. അപ്പോൾ നമുക്ക് തീ കൂടെ കത്തിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങനെ അങ്ങ് തീ പിടിപ്പിക്കാനാണ് പരിപാടി. ഇങ്ങനെ തീ പിടിപ്പിച്ച് തീ പിടിപ്പിക്കാം. ഓ, ഇവിടെ നല്ല തണുപ്പാണ്. അതുകൊണ്ട് നമുക്ക് തീ പിടിപ്പിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇത് തീ കത്തും, കാരണം ചുറ്റും ഫുള്ള് പുല്ലാണ് ഗൈസ്. നമുക്ക് ഒത്തിരി സ്ഥലമില്ലായിരുന്നു. നമുക്ക് തീ ഇടാൻ പറ്റിയൊരു സ്പോട്ട് ഇവിടെയാണ് നമ്മൾ കണ്ടെത്തിയത്. അപ്പം ഏതാ ഈ പട്ടി അരയ്ക്കുന്നത്? അത് നിങ്ങൾ എടുത്തത്. അപ്പോൾ നമ്മളിതിങ്ങനെ ഓരോന്ന് വെച്ച് ഈ സാധനത്തിൽ വേണം നമ്മുടെ സ്റ്റാർട്ടിങ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലാണ് നമ്മൾ അങ്ങനെ ഒടിയും. പുള്ളി ചവിട്ടിയൊക്കെ ഒട്ടിച്ച് വരുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യാൻ പോണേന്ന്. ഇത് നമ്മൾ ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ് ഗൈസ്. നിങ്ങളെ വെറൈറ്റി നിങ്ങളെ വെറൈറ്റി സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എന്തൊക്കെ കാണാൻ കിടക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് കത്തി സെറ്റാക്കി വരട്ടെ. എന്താ ഡാൻസ് കളിക്കുന്നു? അപ്പോൾ ഞങ്ങൾ ഇതേൽ തീ നന്നായിട്ട് പിടിപ്പിച്ചിട്ട് വരാം ഗൈസ്. ബൈ. ഹായ് ഗൈസ്, നമ്മളിവിടെ ചൂട് കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗ്രില്ലിനുള്ള വടി റെഡിയാണ് ഗൈസ്. കണ്ടോ? നമ്മളെല്ലാത്തിലും ഫോയിൽ പേപ്പർ റാപ്പ് ചെയ്തെടുത്തേക്കുവാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ കനലിവിടെ റെഡിയാവും. മനസ്സിലായോ?
ഭയങ്കര ചൂടാണ്. പക്ഷെ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് നമുക്ക് ഈ ചൂടിനടുത്ത് നിൽക്കാം. അപ്പം ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇതിലോട്ട് ചിക്കൻ കുത്തിക്കയറ്റും. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇട്ട് കറക്കി കളിക്കും. അയ്യോ ഇത് മൊത്തം ഊരിപ്പോയിരുന്നു. അപ്പം ഇതിൽ ചിക്കനൊക്കെ കയറ്റിയിട്ട് ലൈറ്റ് ഉണ്ട്, എന്നെ കാണാവോ? പിന്നെ ചിക്കനൊക്കെ കയറ്റിയിട്ട് ഞങ്ങൾ വരാൻ കഴിയും. ബൈ. നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ കയറ്റാനുള്ള വടികളും റെഡി. അമ്മേ മുടിയൊക്കെ ഇരിക്കണേ. ഞങ്ങൾ തീ പിടിപ്പിക്കുമായിരുന്നു. അവിടെ തീ പിടിപ്പിച്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ സാധനം ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ കൊണ്ട് വെച്ച് കാണിക്കാം ഗൈസ് അല്ലേ? ബൈ ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മളിവിടെ സാധനം എന്താണ് മസാലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കനലിവിടെ അതിലും സെറ്റായിട്ടിരിപ്പുണ്ട് അല്ലേ? പുള്ളിക്ക് മസാല എണ്ണ നമ്മുടെ അതൊരു ചെറിയൊരു പൊടിക്കൈയാണ്, നിങ്ങൾക്കൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പം നമ്മുടെ സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് അല്ലേ? നിങ്ങൾ എൻ്റെ എന്തെല്ലാം പരിപാടികൾ കണ്ടേക്കണമല്ലേ? ഇതും കണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കാണാൻ പറ്റില്ലേ? ഗൈസ് നമ്മളൊരു ഹെമ്മി ഹൈറ്റ് കുറച്ച് കൂടുതലാണ് ഉണ്ട്. അടുത്ത 3 വെക്കത്തുള്ള വറുത്തെടുക്കാം. പിന്നെ അന്നേരം തൊട്ട് വറക്കാന്ന് പറയണ്ടേ? ഇതിങ്ങനെ പീക്ക് ചെയ്ത് നോക്കാം. ഓ ബ്രദർ നമ്മള് ഞാനതാ നമ്മുടെ ഇത്ര നേരത്തെ കഷ്ടപ്പാട് കണ്ടോ? ഇത് വിട്ടിരിക്കട്ടെ. കണ്ണിൽ ഇത് കയറി. ഇനി വ്ളോഗർ ഞാൻ. ഹലോ ഗായ്സ്. അപ്പം നമ്മളിവിടെ തീയുടെ മണ്ടയിലാ ഇത് വെച്ചേക്കണേ. അപ്പം നമ്മൾ ടൈം എന്തായി? 10:55. ടൈം കുറച്ച് അധികം വൈകിപ്പോയി. സാരമില്ല. നമ്മൾ ഇത് ഇങ്ങനെ ഇതുണ്ടോ, ഇത് നമ്മൾ എണ്ണയും മസാലയും കൂടെ മിക്സ് ചെയ്താൽ ഇവിടുത്തെ തണുപ്പ് കാരണം ഇതുവരെ ഫുൾ കട്ട് ചെയ്യിപ്പോയി. പുള്ളി സ്റ്റിൽ വെയിറ്റിംഗ് അവിടെ. അയ്യോ നമ്മളിവിടെ സാധനം വെച്ചിട്ടുണ്ട്. ചൂടായി തുടങ്ങി. നല്ല ചൂടുണ്ട്. പക്ഷേ മുകളിൽ എനിക്ക് തോന്നുന്നു ഈ പീസ് മിക്കവാറും ചാടിപ്പോയി ചാൻസ് ഉണ്ടാവും വലുത്. ഇതിവിടെ വെച്ച് നമുക്ക് ഇത് കുറച്ച് ഇതാക്കി എടുക്കണം. അയ്യോ എൻ്റെ കൈ കൊള്ളുന്നു. നല്ല ചൂടുണ്ടായിട്ട് പോലും ഇത് എണ്ണ ഉരുകുന്നില്ല. അത്രയ്ക്ക് തണുപ്പാണ് പുറത്ത്. പക്ഷേ ഇവിടെ നല്ല കനലുണ്ട് കണ്ടോ. അപ്പം നമ്മൾ ഒത്തിരി നേരം ഇതിന് അടുത്തിരിക്കുന്നില്ല. നല്ല ചൂടുണ്ട്. കുറച്ച് മാറി നിൽക്കാം. ഇത് എത്ര നേരം വേണമെന്നൊന്നും എനിക്കറിയില്ല. പറഞ്ഞ 11 മണിക്ക് റെഡിയാവും. അയ്യോ അതാണ് ഷെഫിൻ്റെ നിഗമനം. അപ്പോൾ നമ്മൾ പോയി നോക്കി ഉറങ്ങി. അപ്പോൾ ഇത് കുറച്ച് പുകയൊക്കെ നാളെയൊക്കെ ഇത് കരിഞ്ഞൊക്കെ ഇറക്കിയിട്ടില്ലായിരുന്നോ? ഇത് കരിഞ്ഞൊക്കെ ഇരിക്കുക. അപ്പോൾ നമ്മൾ നിങ്ങളെ ഇതിന് എന്തെങ്കിലും അപ്ഡേറ്റ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മളെ സാധനം ഇവിടെ മുരിഞ്ഞോണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മസാല ഇവിടെ ഉണ്ട്. ഞങ്ങൾ മസാല വെക്കുന്നു. സാധനം ഇവിടെ ഭയങ്കര ചൂടാണ്. നമ്മുടെ മുഖത്ത് ഫുള്ള് 2 ലൈറ്റൊക്കെ ഇടിച്ച് ഞങ്ങളിവിടെ ഫുൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് വെച്ചേക്കുക. അപ്പം ഇത് റെഡിയാവില്ല, കുറച്ച് സമയം എടുക്കും. നമ്മൾ വെച്ചിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂ. കണ്ടോ, ഇതിൽ നമ്മളിങ്ങനെ മസാല ഇതിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ കറക്കി കൊടുക്കും. ഇത് ഫുള്ള് സെറ്റാക്കും ഞങ്ങൾ. പിന്നെ ഒരുത്തിരി കൂടി അകത്ത് പോയിരുന്നോട്ടെ എന്നൊക്കെയാണ് ചോദിക്കണേ. പുള്ളിക്ക് ഇത് കഴിക്കാൻ മാത്രം ഇൻട്രസ്റ്റ്. എന്താണ് അയ്യോ പുള്ളിയുടെ ഞാനിവിടെ സൈഡ് ഷെഫാക്കി വെച്ചേക്കുക. മെയിൻ ഷെഫ് ഞാനാ. ഇത് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പയ്യന് മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ പുള്ളിക്ക് വേണേൽ ഒരു തവണ പുള്ളി വേണേൽ ഒറ്റയ്ക്ക് ട്രൈ ചെയ്യും അല്ലേ? ഇല്ല ഒരിക്കലും ഇല്ല. പണിയെടുക്കാൻ കിട്ടില്ല അതൊക്കെ. ഇല്ലടാ പറ്റില്ല. നമ്മളുണ്ടല്ലോ നമുക്കിവിടെ ഇങ്ങനെ സെറ്റപ്പ് ഉണ്ട്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ കറക്കി കിടത്താൽ അയ്യോ കണ്ടോ ഏതാ
ഏതാ സംഭവം ഇത് ഇതേപടി അവിടെ കറക്കി കൊടുക്കുക. അയ്യോ ഇച്ചിരി കരിഞ്ഞു പോയോ, നമ്മൾ കരിഞ്ഞു പോകുന്നിടത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ആ കളർ മാറ്റിയെടുക്കുക. ഇതാണ് ട്രിക്ക് എന്നൊക്കെ. എല്ലാത്തിലും ഇങ്ങനെ മസാല ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇത് മസാലയാണാ. ഓ ഗൈസ്, ഇതുപോലത്തെ വ്യത്യസ്തതരം വീഡിയോ ഞങ്ങൾ മാത്രമല്ലേ കാണിക്കുള്ളൂ. ഇതൊന്നും ആരും ചെയ്തിട്ടില്ലാത്തതാണ്. ഓ പോക ഞാൻ ഇവരോട് കുറച്ച് നേരം സംസാരിക്കട്ടെ. അല്ല ഇങ്ങനെ ആരും ബ്ലോഗ് എടുത്ത് ഇത് മറ്റേ ഗ്രില്ല് ചെയ്തിട്ടുണ്ടാവും ഇത്, എന്നാൽ ഇത് അല്ലേ കേരളത്തിൽ ഒരേ ഒരാൾ ഞാൻ മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യും, കാണട്ടെ നോക്കട്ടെ. കമന്റ് ചെയ്യിക്കാനുള്ള സൈക്കോളജിക്കൽ പുള്ളി ഉണ്ടല്ലോ 2 ലൈറ്റും ഇങ്ങോട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് വെച്ചേക്കുക. ഓ ഞങ്ങളിതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വരാം ഗൈസ്. ഒരു അത്യാശങ്ക നിലയിൽ ഒരെണ്ണം ഇത് വിട്ടുപോയി. ഞങ്ങൾ കറക്റ്റ് ടൈമിങ്ങിൽ അതിൻ്റെ അടിയിൽ തീയായോ ഇല്ല, കറക്റ്റ് ടൈമിൽ ഞങ്ങൾ അതിൻ്റെ അടിയിലോട്ട് അയ്യോ ശ്വാസം മുട്ടുന്നു. ടേസ്റ്റ് ചെയ്ത് കാണിക്കാം ഗൈസ്. ഞങ്ങൾ രണ്ടുപേരും ഇച്ചിരി ടേസ്റ്റ് ചെയ്തു. അയ്യോ ഗൈസ് അപ്പൂപ്പനാടി അടി അല്ല അപ്പൂപ്പനാടിയല്ലേ, നമുക്ക് പറത്തി കളയാം. ചൂടാ ഗൈസ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കണ്ടോ ഇങ്ങനെയാ ഫുഡ് ബ്ലോഗേഴ്സൊക്കെ. അയ്യോ എന്നാ അടിയൊന്നും എനിക്ക് വേണ്ട. ഇത് ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ചിക്കൻ ഫ്രൈ പോലെ ഉണ്ട്. കാരണം ഞങ്ങൾ കുറേ എണ്ണ കോരി വെച്ചു, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോയതിന്. കേട്ടോ നന്നായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. ഇപ്പോൾ ബാക്കി ഞാൻ എല്ലാം കൂടെ ആയിട്ട് വരാം. സാധനം എടുക്കാൻ പോവാം. കാട്ടിക്കൊടുത്തേ. സാധനം ഏകദേശം റെഡി, എല്ലാം സെറ്റായി. അത് അങ്ങനെ ഇരിക്കണം എന്താണെന്ന് വെച്ചാൽ ഞാനതിൻ്റെ മണ്ടയിൽ കുറച്ച് മസാല ഉപയോഗിച്ചു. അത് നോ പ്രോബ്ലം. സംഭവം എല്ലാം സെറ്റായതാണ്. അയ്യോ ഇത് നമുക്ക് അതേപടി എങ്ങനെ അയ്യോ ഇങ്ങനെ തന്നെ കൊണ്ടുപോവാം. ഇത് കുറച്ച് നേരം വെക്കാം. ഇത് വിട്ടിരിക്കട്ടെ. മറ്റേ 2 ആയല്ലേ. അതോ ഒരെണ്ണം അവിടെ ഇരിക്കട്ടെ. ഇത് 3 നമുക്ക് അത് പട്ടിക്കൊന്നുമല്ല, ഇത് സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിത് റൂമിൽ അല്ല ഉള്ളിൽ പോയി ഗൈസ്. നമ്മുടെ സംഭവങ്ങളെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇവിടെ മയണൈസ് ഉണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്ന് സെപ്പറേറ്റ് മേടിപ്പിച്ചതാണ്. ഇത് മറ്റേത് ഇതും കടയിൽ നിന്ന് മേടിച്ചതാണ്. ഞങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ അവിടെ ബാക്കി ഇരിപ്പുണ്ട്. ഒരു ലൈനൂടെ അതുകൂടെ എടുത്തിട്ട് വേണം. ഇത് പെപ്സിയാണ് ഗൈസ്, വേറൊന്നുമല്ല. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് അല്ലേ. ഇതിനെ കണ്ടാൽ ചിലപ്പം 2 അടിക്കുന്നതിനായിട്ട് തോന്നിയെന്ന് വരും. അതല്ല. അപ്പോൾ ഞങ്ങളിത് പുള്ളി കഴിച്ച് കാണിക്കും. ഒരെണ്ണം കഴിച്ച് കാണിക്കും. ഒരുമിച്ച് അയ്യോ അയ്യേ എടുക്കാൻ വേണ്ടി വേണ്ട. ഓക്കെ ഞങ്ങളിന്നാ കഴിച്ച് കാണിച്ചിട്ട് തരാം ഗൈസ്. ഞങ്ങളെ കഴിച്ച് എന്നെയല്ല കഴിച്ച് ക്ഷീണിച്ച് ഗൈസ്. സൂര്യത്തിന് വയ്യ കഴിച്ചു. കുറച്ച് എരി കൂടി പോയി. ഇത്രയും ബാക്കിയുണ്ട്. ഇനി കുറച്ചുകൂടെ ബാക്കിയുണ്ട്. ആരെങ്കിലും വരുന്നോ? ഇത് ഗീവവേ ഇട്ട് കൊടുത്താലോ. ഇച്ചിരി ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എരിയൊക്കെ കൂടി ഞങ്ങൾ കരഞ്ഞിട്ടുണ്ടോ. പെപ്സിയൊക്കെ ഒരു കോള തീർത്ത് ഒരു പെപ്സിയുടെ പകുതി കൈ. ഇത് ഭയങ്കര ഒരു വലിയ ചലഞ്ചായിപ്പോയി ഗൈസ്. പോയിട്ട് ഞങ്ങൾ ഇതിലും നല്ല വീഡിയോ ആയിട്ട് പിന്നെ വരാവേ. അല്ല ഇതിലും നല്ലതല്ല, ഇങ്ങനത്തെ നല്ല വീഡിയോസ്. ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ഇടുക ഗൈസ്. എനിക്ക് കുറച്ച് കൂടി പോയി. എല്ലാവരും ഇത് വീഡിയോ ട്രൈ ചെയ്യുക. പുള്ളിയുടെ മത്ത് പിടിച്ചിരിപ്പുണ്ട്. ഇതുണ്ടോ അതിനകത്തെ. എനിക്ക് മതിയായി ഗൈസ്, എൻ്റെ വയറ് നിറച്ചു. അപ്പോൾ ബൈ ഗൈസ്, എരിവാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ബൈ ഗൈസ്.